ഈ CPM-നെ സംബന്ധിച്ച് അവരുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഇവിടുന്ന് ചെയർമാനൊക്കെ ഉണ്ടായിരുന്ന ഒരു വാർഡാണ്. അവരെ സംബന്ധിച്ച് അവരൊരു ഉരുക്കുകോട്ട. ഈ ഉരുക്കുകോട്ട തകർത്തതിന് ശേഷം അവരുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയൊക്കെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? എന്താണ് കാണുന്ന സമയത്തൊക്കെ അവർ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത്? കാണുന്ന സമയത്ത് ആദ്യം അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു നമ്മളെ കാണുമ്പോൾ. സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിച്ചത് നമ്മൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ 2 മാസം കൂടുമ്പോൾ നമ്മൾ ജനങ്ങളായിട്ട് വലിയൊരു സമ്പർക്കം, നമ്മൾ എങ്ങനെ വന്നാലും ഓരോ പ്രോഗ്രാമൊക്കെ വെച്ച് നമ്മൾ 1 വർഷം ആവുമ്പോഴേക്കും ഇവിടുത്തെ LDF-കാരുടെ മനസ്സിന്റെ എന്താ പറയുക, അവർ അടുത്ത വർഷം പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച വാർഡ് 1 വർഷമാകുമ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇനി അവർ എന്ത് തന്നെ കളികൾ കളിച്ചാലും ഈ വാർഡ് അവർക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമസ്കാരം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 43-ാം വാർഡിലാണ് ഇന്നുള്ളത്. കഴിഞ്ഞ വട്ടം CPM-ൽ നിന്ന് BJP ഈ ഒരു വാർഡ് പിടിച്ചെടുത്തിരുന്നു. ആ സമയത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഈ വാർഡിൽ നിന്ന് കൗൺസിലറായ ധന്യ ചേച്ചി നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. ചേച്ചി ഇപ്പോ കഴിഞ്ഞ വട്ടം CPM-ൽ നിന്ന് പിടിച്ചെടുത്തൊരു വാർഡാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ച് ഇത്തവണ അവരുടെ ഒരു വലിയ ഒരു എന്താ പറയാ, എങ്ങനെയെങ്കിലും ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്താണ് സാഹചര്യം നമുക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ്. അവര് ഈ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ വില പോവില്ല. എന്തായാലും ജനങ്ങളെല്ലാം നമ്മളോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ വട്ടം CPM തോൽവി നേരിട്ടതിന് ശേഷം ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ചേച്ചിക്കെതിരെ ഇങ്ങനെ ഈ വാർഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ ഒരു അവസ്ഥ എന്ന്? അത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇതുപോലെ കൂടുതലും വ്യാജ പ്രചരണങ്ങളോടെ പോസ്റ്റർ ഇറക്കാൻ തുടങ്ങിയത് അവര്. അതിനു മുന്നേ സംസാരത്തിലൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ പോസ്റ്റർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിലവിൽ ഇവിടെ നഗരസഭയുടെ കൗൺസിൽ എടുത്തൊരു തീരുമാനമാണ്. നമ്മുടെ കാന ഒക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മണ്ണ് ലേലം ചെയ്യുക എന്നുള്ളത്. അത് ഒരു വ്യക്തി മുനിസിപ്പാലിറ്റിയിൽ പോയി ലേലം വിളിച്ചു. അതിലെന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നഗരസഭയിൽ പോയി വിവരാവകാശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ കിട്ടും. കൃത്യമായ മറുപടി മുനിസിപ്പാലിറ്റി തരുകയും ചെയ്യും. സംശയമുള്ളവർക്ക് അത് ചോദിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ CPM-കാർക്ക് ഒരു പോസ്റ്റാണ് ഇവിടെ കുടിവെള്ള പ്രശ്നം, ഇവിടെ കുടിവെള്ളം എത്തിച്ച അവരാണെന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതിയിലൂടെ നമ്മൾക്ക് ഇവിടെ നിലവിൽ കുടിവെള്ളം ഇല്ലാതിരുന്ന വീടുകളുണ്ട്. അതായത് ഇവിടെ നിലവിൽ ഇവിടുത്തെ കോൺക്രീറ്റ് റോഡൊക്കെ പൊളിച്ച് അവർക്ക് കണക്ഷൻ എടുക്കണമെങ്കിൽ ഏകദേശം 25,000-30,000 രൂപ വരെ മുനിസിപ്പാലിറ്റിയിൽ അടച്ച് കുടിവെള്ള കണക്ഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഒരു അമൃത് പദ്ധതി വരികയും അവർക്കൊരു സഹായമാവുകയും അതിലൂടെ കണക്ഷൻ എടുത്തിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഇവിടെയുണ്ട്. ഏകദേശം ഈ വാർഡിൽ തന്നെ ആദ്യഘട്ടത്തിൽ 200ഓളം വീടുകളിലേക്ക് നമ്മൾ കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ദേ ലാസ്റ്റിലും നമ്മൾ കുടിവെള്ള കണക്ഷൻ, ഇനിയും പുതിയ വീട് വെച്ചവർക്കും ഒക്കെ കുടിവെള്ള കണക്ഷൻ, PMAY വീട് വെച്ചവർക്ക് കുടിവെള്ള കണക്ഷൻ എല്ലാം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വാർഡിൽ നിലവിൽ ചോദിച്ചവർക്കും വീട് ഉള്ളവർക്കും കിട്ടാത്തവർക്കും എല്ലാവർക്കും നമ്മൾ കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ CPM-നെ സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് നഷ്ടപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ. കാരണം ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് നിലവിൽ CPM ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും കഴിഞ്ഞൊരു 5 വർഷത്തെ ഇടയിൽ BJP പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്ന വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കാതെ റോഡുകളെല്ലാം തകർന്ന നിലയിൽ തന്നെ കെടുക്കണം എന്നുള്ള രീതിയിലേക്ക് CPM ആഗ്രഹിക്കുന്നു. ഇത് സത്യമാണോ? യഥാർത്ഥത്തിൽ അതിലെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? ഇത് സത്യമാണ്. അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് BJP-യുടെ കൗൺസിലർമാർ ഉള്ള വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കാതെ വളരെ തുച്ഛമായ ഫണ്ട് മാത്രം അനുവദിക്കുകയാണ് ഓരോ വർഷവും നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വാർഡിനെ സംബന്ധിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റോഡുകളുണ്ട്. എല്ലാ ഇടവഴിയും നമ്മൾ മുനിസിപ്പാലിറ്റിയുടേതാണ്. അവിടെ ഒരുപാട് റോഡുകളുള്ള ഒരു വാർഡ് തന്നെയാണ് ഇത്. അപ്പോൾ വർഷത്തിൽ ഒരു 5 ലക്ഷം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള വികസനവും വാർഡിലുണ്ടാവില്ല. അതിലൂടെ അവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ BJP-യുടെ കൗൺസിലർമാർക്ക് ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ, അവരുടെ റോഡുകൾ മോശമായിട്ടുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷന് ഇവർ BJP-ക്ക് വോട്ട് ചെയ്യില്ല, LDF-ന് വോട്ട് ചെയ്യും എന്നുള്ള തെറ്റായ ചിന്തയാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, BJP-യുടെ വാർഡിൽ റോഡ് മോശമാക്കിയിട്ട് അപ്പുറത്തെ LDF-ന്റെ വാർഡ് നല്ല രീതിയിൽ ഇട്ടാലും അവിടെയുള്ള ജനങ്ങൾ ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ BJP-കാർ മാത്രമല്ല റോട്ടിൽ കൂടെ സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ BJP-യുടെ കൗൺസിലറുള്ള വാർഡിൽ
BJP-ക്കാരല്ല, ഇവിടെ എല്ലാ പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരും LDF-കാരും എല്ലാവരും ഉണ്ട്. അവരും കൂടെ ഇതിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. അവരും മാനസികമായി LDF-ന്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ പോലും ഈ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഈ വിവേചനത്തിനെതിരെ അവരും പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഏകദേശം ഈ മുനിസിപ്പാലിറ്റി ഉണ്ടായ സമയം മുതൽക്കേ തന്നെ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണല്ലോ. ഇത് അപ്രതീക്ഷിതമായിട്ടാണ് BJP 3-ാം സ്ഥാനത്ത് നിന്നൊരു സ്ഥലത്ത് പെട്ടെന്ന് കഴിഞ്ഞ വട്ടം 1-ാം സ്ഥാനത്ത് എത്തിയത്. ഘട്ടം ഘട്ടമായിട്ട് പോലുമല്ല, ഒറ്റയടിക്ക് 1-ാം സ്ഥാനത്ത് വന്നൊരു വാർഡാണ്. അപ്പൊ CPM-നെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല കഴിഞ്ഞ വട്ടത്തെ. അതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മളെ ഒരു വില കൽപ്പിക്കാതെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഏകദേശം 2010 ഞാൻ ഇലക്ഷന് നിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് 2020 ഞാൻ ഇലക്ഷന് വരുന്നത്. 2010 നമ്മൾ വിജയിച്ചില്ല, തോൽക്കുകയാണ് ചെയ്തത്. അന്ന് 209 വോട്ടാണ് നമുക്ക് കിട്ടിയത്. അതിനു മുന്നേ നമുക്ക് വളരെ എന്താ പറയാ, വളരെ തുച്ഛമായിട്ടുള്ള വോട്ട് മാത്രം, 100-ൽ താഴെ മാത്രം നമുക്ക് വോട്ട് ഉണ്ടായുള്ളൂ. ആ സമയത്താണ് നമ്മൾ 2010 ഇലക്ഷൻ നിൽക്കുകയും 209 വോട്ട് നമ്മൾ പിടിക്കുകയും ചെയ്തത്. അന്ന് നിലവിൽ കോൺഗ്രസ് ഇവിടെ ശക്തിയായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയായിരുന്നു. അതിന് 2015-ലും ഇതുപോലെ തന്നെ കോൺഗ്രസും LDF-ഉം ഭയങ്കര പോരാട്ടമായിരുന്നു ഇവിടെ നിന്നിരുന്നത്. അപ്പോഴും BJP-ക്ക് എന്താ പറയാ, ഒരു 250-260 വോട്ടേ നമുക്ക് BJP-ക്ക് കിട്ടിയിട്ടുണ്ടായുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ LDF-ഉം കോൺഗ്രസും BJP-നെ ഇവിടെ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ അടിത്തട്ടില് വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയും ജനങ്ങളായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ജനങ്ങളുടെ ഒപ്പം നിൽക്കുകയും കൊറോണ പോലുള്ള മഹാമാരികൾ വരുമ്പോഴും, അതുപോലെ വെള്ളപ്പൊക്കം, അത് 2019-ലെ വെള്ളപ്പൊക്കത്തിലാണ് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടേക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നമ്മൾ നിൽക്കുകയും ജനങ്ങൾ 2021-ൽ അതിന്റെ റിസൾട്ട് നമുക്ക് തരികയാണ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോ ഈ CPM-നെ സംബന്ധിച്ച് അവരുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ ഇവിടുന്ന് ചെയർമാനൊക്കെ ഉണ്ടായിരുന്ന ഒരു വാർഡാണ്. അവരെ സംബന്ധിച്ച് അവരൊരു ഉരുക്കുകോട്ട. ഈ ഉരുക്കുകോട്ട തകർത്തതിന് ശേഷം അവരുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയൊക്കെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? എന്താണ് കാണുന്ന സമയത്തൊക്കെ അവർ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത്? കാണുന്ന സമയത്ത് ആദ്യം അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. നമ്മളെ കാണുമ്പോൾ സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വിചാരിച്ചത് നമ്മൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ 2 മാസം കൂടുമ്പോൾ നമ്മൾ ജനങ്ങളായിട്ട് വലിയൊരു സമ്പർക്കം, നമ്മൾ എങ്ങനെ വന്നാലും ഓരോ പ്രോഗ്രാമൊക്കെ വെച്ച് നമ്മൾ 1 വർഷം ആവുമ്പോഴേക്കും ഇവിടുത്തെ LDF-കാരുടെ മനസ്സിന്റെ എന്താ പറയാ, അവർ അടുത്ത വർഷം പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച വാർഡ് 1 വർഷമാകുമ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇനി അവർ എന്ത് തന്നെ കളികൾ കളിച്ചാലും ഈ വാർഡ് അവർക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളായിട്ട് നിരന്തരം സമ്പർക്കത്തിന് വേണ്ടി നമ്മൾ ചെറിയ രീതിയിലായാലും നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഏത് രാത്രി ആയാൽ പോലും അവർക്ക് എന്ത് സഹായം വേണ്ടി വന്നാൽ പോലും ഞാനും എൻ്റെ പ്രവർത്തകരും അവരോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു വലിയൊരു കൂടപ്പറപ്പിനെ പോലെ, ഒരു അമ്മയെ പോലെ, ഒരു സഹോദരിയെ പോലെ, എന്താ പറയാ, ഒരു ചേച്ചി, മകള്, എല്ലാ ഒരു അർത്ഥത്തിലാണ് അവരെന്നെ കാണുന്നത്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJP വിജയിക്കും എന്നുള്ള രീതിയിലേക്ക് ഉള്ളൊരു പ്രചരണവും അതോടൊപ്പം തന്നെ പ്രവർത്തനമൊക്കെ വളരെയധികം സജീവമാണ്. കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ ഈ ചേച്ചി ജയിച്ച ഈ ഒരു വാർഡിൽ ഏറ്റവും കൂടുതൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ആളുകൾ ചേർന്നിരിക്കുന്നത്? നമ്മൾക്ക് ഇപ്പോ ഇവിടെ വാർഡിൽ ഇഷ്ടംപോലെ മെമ്പർഷിപ്പ്, നമ്മൾ കഴിഞ്ഞ ഇതിൽ വന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഒരുപാട് പേര് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അത് പുറത്ത് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പേഴ്സണലി നമ്മളെ വിളിച്ചിട്ട് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നമുക്കൊരു 3/4 ഭാഗത്തിൽ കൂടുതൽ പേര് ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഈ വാർഡിൽ നിന്ന്. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി മാറിക്കഴിഞ്ഞു. കേവലം ഒരു സമയത്ത് പ്രതിപക്ഷ പാർട്ടിയായിരുന്ന, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് മുന്നേ വരെ പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇപ്പോ ഒരു സീറ്റ് മാത്രമാണ് അവർക്കുള്ളത്. ഈ 44-ൽ ഒരു സീറ്റ് മാത്രം. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ LDF-നെ ഒരു സഹോദര സംഘടന എന്നുള്ള നിലയിലേക്ക് കണ്ട്, അല്ലെങ്കിൽ അവർ സഖ്യ ടീമായി കണ്ട് വോട്ട് മറിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്? ഈ വാർഡിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം ഇപ്പോ വോട്ട് നമ്മൾക്ക് വരുമ്പോൾ നമുക്ക് ഒരു 50% കൂടുതൽ വോട്ട് എങ്ങനെ വന്നാലും ഇവിടെ BJP-ക്ക് ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസും LDF-ഉം സഖ്യം ചേർന്നാൽ പോലും നമുക്ക് തോൽവി ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് എനിക്ക് സാധിക്കും. ഇപ്പൊ ഒരു SC വാർഡാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സേഫ് ആണോ, അല്ലെങ്കിൽ അത് CPM-ന് ഒരു അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ടോ?
ഇല്ല, ഒരു അവസ്ഥയും ഇല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇവിടെ ശക്തിയായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇപ്പോ നിലവിൽ BJP ഉള്ളത്. ഇവിടെ കൗൺസിലറുടെ വ്യക്തിപരമായിട്ടല്ല, ഇവിടെ പ്രവർത്തകരുടെ ശക്തിയാണ് ഇവിടെ ഉള്ളത്. ഇത്രയും പ്രവർത്തകർ ശക്തമായിട്ട് ഈ വാർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ SC വന്നാലും എന്ത് വന്നാലും നമ്മളിവിടെ സേഫ് തന്നെയാണ്. BJP അടുത്ത അടുത്ത വാർഡ് ഇലക്ഷന് നമ്മൾ എന്തായാലും ജയിക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ നന്ദി ചേച്ചി ഒരു സമയത്ത് പ്രതികരിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJPയെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു നിമിഷത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. കാരണം കേരളത്തിൽ BJP ഭരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിഷ്പ്രയാസം BJPക്ക് അധികാരം പിടിക്കാൻ പറ്റുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ എന്നുള്ളതിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ വട്ടം ഒരു സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് BJPക്ക് അധികാരം നഷ്ടപ്പെട്ടത്. ഇത്തവണ വലിയൊരു മുന്നേറ്റം, ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തി അധികാരം പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJPയുടെ ഓരോ കൗൺസിലർമാരും പ്രവർത്തകരും കാര്യകർത്താക്കളും എല്ലാവരും തന്നെ. കൊടുങ്ങല്ലൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.